അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി ലൈൻമേ ലൈഫ് തന്നെയാണ് കേട്ടോ. ലൈൻമേ ലൈഫ് എന്ന് പറഞ്ഞാൽ അടുപ്പത്തുള്ള വെച്ചുണ്ടാക്കുന്നതും ചട്ടിയും കുടുക്കിയും പാത്രം അടുപ്പൊന്നല്ല ഇപ്പം ഇന്ന് കാണിക്കണത്, അല്ലാത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നമ്മളെ റീനു ഉണ്ടല്ലോ, സ്കൂൾക്ക് പോകാണ് കേട്ടോ. ഓൾക്ക് ഇന്ന് SPCയുള്ള ദിവസമാണ്. അപ്പോൾ യൂണിഫോം ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ. SPCൻ്റെ അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങാനുള്ള 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് യൂണിഫോം ഇട്ട് പോണത്. അപ്പോൾ 8 മണിയായപ്പോൾ ഓൾ ചായയൊക്കെ കുടിച്ചിട്ട് ഓൾ അങ്ങോട്ട് പോയിട്ട് ചുറ്റിയൊക്കെ മദ്രസക്കും പോയിക്കാണ്. അങ്ങനെ മക്കളെ, ഇന്നിപ്പം നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ ലൈൻ വെട്ടാറുണ്ട്. കറണ്ടൊക്കെ ഒന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടോ. ലൈൻ വെട്ടാണെങ്കിൽ കറണ്ട് അങ്ങോട്ട് പോകുമല്ലോ. അപ്പം നമ്മൾ മോട്ടറൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ഇട്ട് വെച്ചിന് കേട്ടോ. ഇന്നലെ നമ്മൾ കറണ്ട് പോകുന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ നമ്മളെ തൊടുവിൽ കുറച്ച് മുന്നേയൊക്കെ തെങ്ങ് മുറിച്ചിട്ടത് നമ്മളെ മുറ്റം വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തെങ്ങൊക്കെ ഒന്ന് അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങനെ മുറ്റൊക്കെ പിന്നെ വലുതാക്കി. അപ്പോൾ ആ തെങ്ങിൻ്റെ കഷ്ണങ്ങളും പിന്നെ കുറച്ച് അതും ഇതൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാത്തതാ. ഇതേപോലെ വാഴ കൊണ്ടൊക്കെ ഒന്ന് മുറിച്ചാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നും ചെയ്തിട്ട് പണിക്കാരൻ അങ്ങനെ വിളിച്ചത് ഇനി. അതൊന്നും ഇപ്പം വിറകാവൂല മക്കളെ. കുറച്ച് വിറക് ഇനിയിപ്പോൾ അപ്പുറത്ത് ബില്ലുണ്ട്, അവിടെ പോയി അങ്ങോട്ട് കൊണ്ടുവരും വേണം. അപ്പോൾ അതാ ഞങ്ങളങ്ങോട്ട് വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വിറക് അങ്ങോട്ട് എടുത്ത് റെഡിയാക്കിയാണ്ട് കയ്യിൽ പിടിച്ച് കൊണ്ടുവരാനും പിന്നെ ആഞ്ഞു പിടിച്ചൊന്ന് കെട്ടിക്കാണ്ട് തലയിൽ വെച്ച് കൊണ്ടുവരാൻ മാത്രമുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മളങ്ങോട്ട് പോവുകയാണ് വിറകിന് നമ്മളെ വണ്ടിയും കൊണ്ട്. ഗുഡ്സും കാര്യങ്ങളൊന്നും നമുക്ക് വിളിച്ചേണ്ട ആവശ്യമില്ല, നമ്മളെ കാക്കാൻ്റെ വണ്ടി തന്നെ ഉള്ളതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇതാ ബില്ലിൽ അങ്ങോട്ട് എത്തിട്ടോ. അപ്പോൾ കാക്കാൻ്റെ വണ്ടിയിൽ തന്നെയാണല്ലോ കൊണ്ടുപോകുന്നത് ബില്ലിന്ന് വിറക്. പിന്നെ നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ എല്ലാവരും വന്നാണ് പൊറുക്കി അതിൻ്റെ തോലും സംഭവങ്ങളൊക്കെ എല്ലാവരും പൊറുക്കി പോവലൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലോണം കത്തുമല്ലോ. ഇതിപ്പോൾ ആ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ അതൊന്നും കത്തിച്ചാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല വിറക് തന്നെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ല വിറക് തന്നെ പൈസ കൊടുത്ത് വാങ്ങിയാണ്ട് ഇങ്ങനെ പെരയൊക്കെ കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കൂട്ടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇതാ അത്യാവശ്യം കട്ടിയും കനൊക്കെ ഉള്ള വിറക് നമ്മളെ ഒരു കൂട്ടിക്കാണ്ട് വണ്ടിയിൽ അങ്ങോട്ട് ആക്കിക്കാണ്ട് നമ്മളെ പെരയിൽ അങ്ങോട്ട് എത്തിയിട്ട് ഇനിയിപ്പോൾ ഇത് അതേപോലെ വലിച്ചിട്ടിക്കാണ്ടൊക്കെ റെഡി ആക്കിയാണ്ട് അത് വേറെയും വെക്കണം. ഇതൊക്കെ ഒരു പണി തന്നെയാണ്, എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. വിറകിന് തന്നെ വേണ്ടേ, വേറെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനും കാക്കയും കൂടി അതൊക്കെ പാടെ ഞാൻ വലിച്ചിക്കാണ്ട് ഇടാണ് കേട്ടോ. ഞങ്ങളൊക്കെ രണ്ടാളും കൂടിയിട്ട് കുട്ടികളെ പിന്നെ ഇതിനാക്കിയിട്ടുണ്ടെങ്കിൽ ഓലെ മേത്തോടിയുമ്പോഴൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പണിയായി കിട്ടുമെന്ന് വിചാരിച്ചാണ്ട് ഓരോട് അപ്പുറത്തേക്ക് പോകാനും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചായ വേണമെന്ന് പറഞ്ഞപ്പം റിഫു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ പെരേക്ക് അങ്ങോട്ട് കയറി പോയിക്കാൻ കേട്ടോ. അപ്പോൾ ഓളെടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ അങ്ങോട്ട് ഉൾപ്പെടുത്തിട്ട് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഓളെടുത്ത വീഡിയോസാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഓരോ പണികളല്ലേ, അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പിന്നെ നേരം ഉണ്ടായിട്ടില്ല. ചോറൊക്കെ രാവിലെ അയക്കണം, ഇനിയിപ്പോൾ അയക്കുള്ള കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്നലത്തെ കോഴി കുറച്ച് ബാക്കി ഉണ്ടായി, ഇനിയിപ്പോൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ട് വേണം അതൊക്കെ പോയിട്ട് എടുക്കാനെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനല്ലേ. അപ്പം ഗായ്സ് ഞങ്ങൾ വിറകെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മച്ച് ചായക്ക് വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ചായപ്പൊടി ഇടാൻ പോകണ്ട ഗൈസ്. പോണ വഴിയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് പോയി ചായപ്പൊടി ഇടാം. ചായപ്പൊടി ഇവിടെ അല്ല ഗൈസ്. ചായപ്പൊടി തിളക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ചായപ്പൊടി തപ്പാം ഗൈസ്. മച്ചി നമുക്ക് സ്റ്റോക്ക് റൂമിൽ ഇതിലാണെന്ന് പറഞ്ഞു. നമുക്ക് ലേറ്റ് ഇട്ടിട്ട് നോക്കാം. സോറി കറണ്ട് ഇല്ലല്ലോ, സാരില്ല. നമുക്ക് ചായപ്പൊടി തപ്പെടുക്കാം. ഇതാണ് ചായപ്പൊടി. ഇതൊക്കെ വേറെ എന്തൊക്കെയോ സാധനം. ഇതാണ് ഗൈസ് ചായപ്പൊടി. ഇതൊക്കെ നോക്കാം. ഗൈസ് നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചായ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചായപ്പൊടി ഇടാൻ പോവാണ്. നമ്മൾ മില്ലിൽ നിന്ന് വിറകൊക്കെ എടുത്ത് വരുന്ന വഴിയാണ് കേട്ടോ. കിറ്റ് ചായപ്പൊടി എടുക്കാം. നമ്മൾ മില്ലിൽ നിന്ന് വിറകൊക്കെ എടുത്ത് വരുന്ന വഴിയാണ് കേട്ടോ. നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്തിരി.
നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് പോവാട്ടോ, തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ പോകാം. നമുക്ക് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ വെക്കാം. അപ്പോൾ വെച്ചു ഗൈസ്. അവിടെ നമ്മുടെ ഫ്രിഡ്ജിൽ അതിന് മാത്രം കാണുന്നില്ല. നമ്മൾ ഐസും കട്ട വാതിൽ തുറന്ന് നോക്കുകയാണെങ്കിൽ ഐസും കട്ടയാണുള്ളത്. ഫ്രിഡ്ജിൻ്റെ വാതിൽ പൊട്ടി. എന്നിട്ട് ഇങ്ങനത്തെ കുറേ വസ്തുക്കളാണ് ഇതിലുള്ളത്. ചില ടൈപ്പുകളാണ് ഗൈസ് കാണുന്നത്. നമുക്കിതും കൊണ്ടുപോവാം. നമുക്ക് ട്രൈപോഡിന് ഫോൺ കൊടുക്കാം. അപ്പം ഞാൻ ഫോൺ കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ട്രൈപോഡ് നമുക്ക് ഫോൺ അങ്ങോട്ട് കൊടുക്കാം. അകത്ത് പോയി വ്ലോഗ് എടുത്ത് ഇതാണ് ചായപ്പൊടി, ഇതാണ് ചായ. ചായപ്പൊടിക്ക് ചായ ഇടുന്നത്, ചായക്ക് ചായപ്പൊടി ഇടുന്നത്. അങ്ങനെ മക്കളെ നമ്മൾ കൊണ്ടുവന്ന വിറകൊക്കെ ഇതേപോലെ നമ്മൾ അട്ടിക്ക് അവിടെ വെച്ചിട്ടോ, മയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് അവിടെ വെച്ചിട്ടോ. അത് ഒരു ഷെഡാണ് കേട്ടോ. ആ ഷെഡിലങ്ങോട്ട് വെച്ചേക്കാണ്. നമ്മളെ തൊടുവിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ ഷെഡ്. അപ്പം ഞാൻ അവിടെ കിടക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.